കിട്ടവനെ. രാവിലെ എണ്ണീറ്റ് വരുമ്പോ ചൂലും വെള്ളമായിട്ട് നിക്കരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ. ഞാള് ചൂലും വെള്ളമായി നിൽക്കുന്ന നേരം നോക്കി തമ്പ്രാട്ടി എന്തിനാ എണീറ്റ് വരുന്നത്? ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. നീ എപ്പോഴാ ചന്തേന്ന് വന്നേ? ഞാള് പൊലച്ചൊക്കെ വന്നേ. ഓ, മറ്റേ രണ്ടെണ്ണം എവിടെ? തമ്പ്രാനും മാണിക്കനും പിന്നാലെ വരുന്നുണ്ട്. ചന്തയിൽ ചരക്കിറക്കിട്ട് കാളനെയും കുളിപ്പിച്ച് വണ്ടി കൊണ്ട് പോന്നോളാം ഞാളോട് പറഞ്ഞേ. മൂക്കറ്റം കേട്ടിട്ടായിരിക്കും തമ്പ്രാന്റെ വരവ്. അത് ഞാക്കറിയില്ല അമ്പ്രാട്ടി. തമ്പ്രാൻ കള്ളുപുര കയറി പോണത് ഞാള് കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കണ്ടു? കള്ളുപുര ഇറങ്ങി വരുന്നത് കണ്ട്. ഓഹോ, അപ്പൊ മുണ്ടും തുണിയൊന്നും ഇല്ലാണ്ടായിരിക്കും വരവ്. മുണ്ടൊക്കെ ഉണ്ട്, അതാരെയും നനഞ്ഞു പോകാണ്ടിരിക്കാൻ തലയെ കെട്ടിരിക്കാന്ന് മാത്രം. എന്റെ ഈശ്വര, അവനെ ആ അവസ്ഥയെ കണ്ടിട്ട് വിളിച്ചോണ്ട് പോരാതെ നീ ഇങ്ങി പോന്നു അല്ലേ? ഞാള് വിളിച്ച്. അപ്പൊ തമ്പ്രാൻ നല്ലൊരു ചീത്ത വിളിച്ച്. പരപര വെളുത്തപ്പ ഞാള് ആജിമാടയിലെത്തി. അപ്പൊ ബസ്സുകാര് പറയുന്നത് കേട്ട് തമ്പ്രാൻ ചന്തയിൽ അടി നടത്തിന്ന്. നമ്മളമ്പ്രം പാവാമ്പ്രാട്ടി. ആ മാണിക്കന്റെ ഒപ്പരം നടന്ന് നടന്ന് നമ്മളമ്പ്രം ചീത്തയായി പോയി. ഞാളിതിടെ പറഞ്ഞ തമ്പ്രാനോട് പറയല്ലേ അമ്പ്രാട്ടി. നീ എന്തിനാ മാണിക്കണ്ട ദൂഷി പറഞ്ഞത്? ഓൻ ദുഷ്ടവനായതുകൊണ്ട്. ഞാളെപ്പോലെ ഓന് എടുത്ത പണിക്കാരനാ. എന്നാലോ തമ്പ്രാനാന്നാ വിചാരം. ഓനെ ഇടുന്ന് അടിച്ചറക്കിയാലേ ഈ കുടുംബത്തിന് രക്ഷയുള്ളൂ. നോയിക്കോ, ഞാളിത് മാണിക്കണ്ണോട് പറയും. പറഞ്ഞ ഞാക്കെന്താ? ഓനെ ഞാളെന്തിനാ പേടിക്കുന്നു? കളിച്ചാലുണ്ടല്ലോ ഞാളോട്. കാളെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കും ഞാള് വേച്ചേക്കൂല. എനിക്ക് ഓനോ ബലുത് ഞാളോ ബലുത്. മറക്കണ്ട, ഇന്റെ അപ്പൻ ഞാളെ മാമന. ചിങ്ങത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാല് ഇന്ന മംഗലം കഴിക്കുന്നത് ഞാളാ. ഞാളമംഗലം നീ മാത്രം തീരുമാനിച്ചപ്പോരല്ലോ. ഞാക്കിന്റെ അപ്പന്റെ ബാക്കിയുള്ളതാ. അപ്പന്റെ ബാക്കണ്ട് കഴിഞ്ഞിട്ട് അപ്പനെ കെട്ടിക്കോ. അതിന് പരലോകം വരെ പോണ്ട മോളെ. തമ്പ്രാൻ വരണം. ഗഞ്ചിമൂടെ കാന്താരി വിവരം അറിയും ഇല്ലയോ മാണിക്ക? പിന്നെ ഇത്തവണ നല്ല ഉശിരുള്ള ഉരുക്കളല്ലേ വാങ്ങിച്ചിരിക്കുന്നത്. കാശിത്തിരി കൂടിയാലെന്ത്, കണ്ടിറങ്ങിയ പറ പറക്കും. ഗഞ്ചിമൂടെ കാന്താരിയുടെ മാനം ഇത്തവണ പട്ടം പറപ്പിക്കും പോലെ ഞാൻ പറപ്പിക്കും. ഇല്ലയോ? അപ്പോഴേ യശോദാമ്മയ്ക്ക് നമ്മളെ പറ്റി മനസ്സിലാവും. ഇപ്പൊ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. എടാ സത്യം പറ, നീ കള്ളു കുടിച്ചോ? ഞാനോ? കള്ളു കുടിച്ചെന്നോ? അയ്യേ, സത്യം പറയടാ, കള്ളു കുടിച്ചോ? ഞാൻ കുടിച്ചു. നീയല്ല, ഇവൻ കള്ളു കുടിച്ചോന്ന്? ഇല്ലേ? ഇനി പറ, കുടിച്ചില്ലേ? കുടിച്ചു. വന്ന് വന്ന് നീ എന്റെ മുഖത്ത് നോക്കി നുണ പറയാനും തുടങ്ങിയല്ലേ? പെങ്ങളെ വെറുതെ കിട്ടിയപ്പോഴുള്ള സന്ധി കള്ളു കുടിച്ചു. അത് ഒരു സന്തോഷത്തിന്. അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചു തരാം, മാപ്പ് പോരെ. നീ തല്ലുണ്ടാക്കിയില്ലേ? തല്ല? ആ, ഞാനോ? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? മാണിക്കാ, നീ ഇത് കേട്ടോടാ. അതാണ് പുളു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൈ തലേ വെക്കടാ. നിന്റെ തലയിലല്ല, എന്റെ തലയിൽ വെക്കേ. കള്ളു കുടിച്ചിട്ട് ചന്തയിൽ എന്തുണ്ടായിന്ന് പറ. അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല തമ്പ്രാട്ടിയമ്മേ. തമ്പ്രാൻ ചേട്ടന്റെ കാലിടറി അങ്ങോട്ട് വീണു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട്? അപ്പൊ വീണപ്പോ അവിടെ ഒരു തൂണുണ്ടായിരുന്നു. അതിന് നല്ല ബലമില്ലാത്തതുകൊണ്ട് തൂണും ചേട്ടനും കൂടെ അങ്ങോട്ട് വീണു. അത്രേ ഉണ്ടായുള്ളൂ? അപ്പൊ തൂണിന്റെ അടിയില് ഒരു ചട്ടി ഉണ്ടായിരുന്നു, അത് പൊട്ടി. എത്രയേ ഉള്ളൂ. ഞങ്ങളിങ്ങി പോന്നു. കൈ ഇവിടെ വെക്കടാ. ഒരു ചട്ടി പൊട്ടിയതിനാണോ ഉന്തന്താളും ഉണ്ടായത്? ഒരു ചട്ടിയല്ല തമ്പ്രാട്ടിയമ്മേ, ഈ പൊട്ടിയ ചട്ടിയുടെ മുകളിൽ 10-200 ചട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ താഴത്തെ ചട്ടി പൊട്ടിയപ്പം അതെല്ലാം കൂടെ ചടപടാന്ന് പൊട്ടി, അത്രേ ഉള്ളൂ. സ്വാഭാവികം. അപ്പൊ അതിൽ ഒരെണ്ണം തെറിച്ച് അടുത്ത് നിന്നിരുന്ന ലോറിയുടെ ചില്ലേ കൊണ്ടു. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിന്നും പൊട്ടിയതൊക്കെ ഇരിക്കും, അത്രേ ഉള്ളൂ. സ്വാഭാവികം. അല്ലെ കല്ലുകൂടിയന്മാർ ലോറിക്കാരുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമോ? പിന്നെ പോലീസുകാരെ വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങളിലേക്ക് പോന്നു, അത്രേ ഉള്ളൂ. എന്നാ ഇനി തെളിച്ചു പറഞ്ഞേക്കാം. ലോറിക്കാർ തമ്പുരാനെ തല്ലി, തമ്പുരാൻ തിരിച്ചു തല്ലി, പിന്നെ കൂട്ടത്തല്ലായി. പോലീസുകാർ വന്ന് കേസെടുത്തു. ഈശ്വര, ശരിക്ക് തല്ല് കിട്ടിയോ? എനിക്ക് 3-4 കിട്ടി. ഞാൻ 10 രൂപ തന്നെ തിരിച്ചു കൊടുത്തു. തമ്പ്രാൻ കിട്ടിയ ചറപറാന്നായതുകൊണ്ട് എണ്ണാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നുമില്ല. പോലീസുകാർ വന്ന് കേസെടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേസെടുക്കുന്ന ഞങ്ങൾക്ക് ചൊക്കുമില്ല. ഞങ്ങളെ യശോദാമ്മ കാത്തിരിക്കുകയാണ്. ആ അമ്മയ്ക്ക് പൊങ്കലിനൊടുക്കാൻ ഒരു കസവ് പുടവ വാങ്ങാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് മത്താപ്പ് പോലത്തെ ഒരു കസവ് പുടയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിങ്ങി പോന്നു. ഇത് നോക്കിയേ,
നെയ്ത്തുകാരന്റെ അടുത്ത് പറഞ്ഞ് 7 എണ്ണി വാങ്ങിച്ചതാ. ഈ നാട്ടിൽ ഗിഞ്ചമൂട ഗാന്ധാരിക്ക് പോലും ഇങ്ങനൊരു പുടവയില്ല. ഇതെടുത്തുകൊണ്ട് തമ്പാട്ടിയമ്മ പൊങ്കലിന് കാവില് വന്ന് നിന്നാൽ 10 മാറ്റുള്ള 100 മൂരിക്കുട്ടന്മാര് നിരന്ന് നിന്നാലും നിലവിളക്ക് പോലുള്ള തമ്പാട്ടിയമ്മയുടെ മുഖത്തുനിന്ന് ഒരുത്തനും കണ്ണെടുക്കില്ല. വേഗം ഇതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ ആ ചേലൊന്ന് കാണട്ടെ. ഇപ്പൊ വേണ്ട. കാളയോട്ടത്തിന്റെ അന്ന് നീ ജയിച്ചു വരുമ്പോ ഞാൻ ഇത് എടുത്തിട്ട് കാണാൻ നിൽക്കുന്നുണ്ട്. അതെ അതെ, പെങ്ങള് പറഞ്ഞാ ശരി. ഇതൊക്കെ ഒരു പ്രാവശ്യം നീ മിണ്ടരുത്. രണ്ടിന് ഞാൻ വെച്ചിട്ടുണ്ട്. പോയി കുളിച്ചു വന്നു വല്ലത് കഴിക്കേ. നീ ഇല്ലയോ പറഞ്ഞ തല പോയാലും ഒന്നും പറയൂലെന്ന്. പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. തല പോയാൽ ഒന്നും പറയൂലെന്നാണ് പറഞ്ഞത്. തല പോയാൽ ചത്തുപോലേ, പിന്നെ എങ്ങനെ പറയാൻ പറ്റും? വലിയ ഗൗരവൊന്നും കാണിക്കണ്ട, ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. അണ്ണയ്യ എവിടേക്കാ പോണേ? ഒന്ന് മുങ്ങിച്ചാവാൻ. വേണ്ടാത്തൊന്നും മിണ്ടണ്ടോ. നീ കൊഴയാതെ പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. പിന്നെ ഇന്നലെ തത്ത പറഞ്ഞു ഞങ്ങളെ മോഹൊക്കെ നടക്കുന്നു. ഏത് തത്ത? ആ കൈ നോക്കണ തിമ്മയ്യല്ലേ, ഓന്റെ ചീട്ട് എടുക്കണ തത്ത. ചീട്ട് നോക്കിട്ടാ പറഞ്ഞേ നടക്കുന്നു. എന്ത് നടക്കുന്നു? ഞാൻ കണ്ണയ്യെ കിട്ടുന്നു. അയ്യേ, തിമ്മയ്യും തത്തയും പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. തിമ്മയ്യും തത്തയും എല്ലാത്തിനും കൂടെ പൊട്ടക്കുളത്ത് ഞാൻ ചവിട്ടിത്താക്കും. തത്ത പറഞ്ഞാ നടക്കും. തിമ്മയ്യ പറഞ്ഞത് അപ്പക്കാളേനോട് പറയണ്ടട്ടാ. അല്ലേലും ഓൻ അണ്ണയോട് കെറുവാ. ചന്തയില് കള്ളുടിച്ചൊന്നും ഭയക്കൊണ്ടാക്കിയെന്നും ഈ എന്തൊക്കെയാ തമ്പാട്ടിയോട് പറഞ്ഞേ? തൊണ്ണൂറ്റിയേഴ്, 98, 99, 99, 99. 100. ഇത് കള്ള് ഷാപ്പിൽ കയറി കള്ളു കുടിച്ച കാര്യം പറഞ്ഞതിന്. ഇനി ലോറിക്കാരുമായി തല്ലുണ്ടാക്കിയ കാര്യം പറഞ്ഞതിന് മാണിക്ക നമുക്ക് എത്ര കാളയുണ്ട്? നമുക്ക് 52, 53, 55. 55 കാളയും ഒരു കാളയ്ക്ക് 4 തൊട്ടി വെള്ളം വെച്ച് കിണറ്റിന്ന് കോരി വൈകുന്നതിന് മുമ്പ് കുളിപ്പിച്ച് തീർക്കണം. എന്നിട്ട് എന്നെ ഒന്ന് കാണണം. അപ്പൊ ഈ പിന്നെ പോലീസുകാർ വന്ന കാര്യം പോലീസുകാർ വന്ന കാര്യം പറഞ്ഞതിന് അതിനുള്ള ശിക്ഷ ഞാൻ അപ്പ പറയാം. എടാ മാണിക്ക, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ಕಾಳೆಗಾಡಿ ಪಂದ್ಯದಲ್ಲಿ ಓಡಿಸೋಕೆ ಒಬ್ಬ ಮನುಷ್ಯನ್ ನೋಡಿದ್ದೀನಿ, ಮಾರಿಮುತ್ತು. ವಾಣಿಂಕುಳ ಮಾರ್ಕೆಟ್ ನಲ್ಲಿ ಎತ್ತಿನ ಗಾಡಿ ಓಡಿಸಿದ್ರೆ ಅವನೇ ನಂಬರ್ 1. ಆದ್ರೆ ಸ್ವಲ್ಪ ಹಣ ಹೆಚ್ಚು ಕೇಳ್ತಾನೆ. ರೊಕ್ಕದ ಪ್ರಶ್ನೆ ಅಲ್ಲ, ಆದರೆ ಈ ಸದಿ ನಾ ಗದಲಬೇಕು. തമ്പ്രാട്ടി, ഈ ചോമണ്ണ പറയുന്നൊന്നും കൂട്ടണ്ട. കഴിഞ്ഞ പൊങ്കലിന് ഇയാള് വീരവാദം അടിച്ചിട്ടല്ലേ ഒരു കിഴങ്ങനെയും കൊണ്ട് വന്നത്. ഓട്ടം കഴിഞ്ഞപ്പോ മാണിക്യം ജയിച്ചു. നമ്മുടെ കാള മാണിക്കിന്റെ കാളയുടെ 7 അയലത്തെത്തിയില്ല. നമ്മുടെ മാനവും പോയി, വാതു വെച്ച 100 വരെ നിലവും പോയി. ഇത്തവണ തോറ്റ ഇവനെ ഞാൻ ഈ കെട്ടിനകത്ത് കേറ്റില്ല. രാജയ, ഇവനക്ക് ഏന് ಬೇಕೋ ಕೊಟ್ಟುಕೊಳ್ಸು. വരുന്നുണ്ട് ഇവിടെ. എന്താ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? 1-ാം തീയതി ആകുമ്പോ ഒരു സഞ്ചിയും ചുരുട്ടി കക്ഷത്തി വെച്ചോണ്ട് ഇറങ്ങിക്കോളും. ഇവിടെ ഉരുട്ടി വെച്ചിരിക്കില്ലേ എടുത്തോണ്ട് പോവാൻ. കൊച്ചമ്പ്രാന്റെ വെറ്റിലച്ചലത്തിലേ വെറ്റില കാണും. ഒരു വെറ്റില കൊടുത്തു. തുളസി വെറ്റില കൂട്ടി മുറുക്കിയിട്ട് 4 വർഷമായി. നാവ് കൊതിക്കുന്നു. എന്റെ നാക്കും ചൊറിയുന്നു. ഒരു വെറ്റില തരാ, അത് തിന്നോണ്ട് സ്ഥലം കാലിയാക്കണം. തമ്പ്രാട്ടിയും കണ്ട് കൊച്ചമ്പ്രാനെയും കണ്ട് പൊങ്കലും കൂടിയിട്ട് കണ്ണയ്യം പോകുന്നുള്ളൂ. അത് ശരി. അപ്പൊ ഒരു 5-6 ദിവസം ഇവിടെ താമസിച്ച് തിന്ന് മുടിക്കാനുള്ള ഉദ്ദേശത്തോടാ വരവല്ലേ? പിന്നെ തമ്പ്രാന്റെ പെട്ടിയിൽ ചാപ്പാണം പുകല കാണും. ചുണ്ണാമ്പെന്ന് പറഞ്ഞാൽ തേം പോലത്തെയാ. വെറ്റെടുക്കുമ്പോ അതും കൂടെ എടുത്തോണ്ട് പോരെ. ഇച്ചിരി ചെയ്യപ്പാ. വല്ലവന്റെ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടു. നിന്റെ അപ്പന്റെ പറഞ്ഞല്ലോ. അപ്പനെ പറഞ്ഞോണ്ടല്ല. അപ്പനെ പറഞ്ഞത് നീ എന്ത് ചെയ്യും? ഒന്നുകൂടെ പറഞ്ഞേ. നിന്റെ അപ്പൻ തെണ്ടി, നിന്റെ അപ്പൻ എരപ്പാളി, നിന്റെ അപ്പൻ നാണം കെട്ടവൻ. സമ്മതിച്ചേ? ആ ആണല്ലോ. ആ ഓ, എനിക്കത് അറിഞ്ഞാ മതി. എന്താ അപ്പനും മോനും തമ്മിൽ ഒരു കടിപിടി? കാര്യമൊക്കെ ശരി തമ്പുരാട്ടി. ഇവൻ ഇവിടെ കിടന്ന് ഇച്ചിരി ആളാവുന്നുണ്ട്. എന്താടാ? അല്ലമ്മ, എനിക്ക് ആകെ ഉള്ളത് ഒരു പെങ്ങളല്ലേ. ആണ്ടിന് സംക്രാന്തിക്ക് വല്ലപ്പോഴും ഒരിക്കലല്ലേ അപ്പൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവളെ കൂടെ കൊണ്ടുവരാതെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് എഴുന്നേണ്ട വല്ല കാര്യമുണ്ടോ? എത്ര നാളായെന്നറിയാം ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട്. അത് ശരിയാ, ചിന്നുനെ കൂടെ കൊണ്ടുവരാമായിരുന്നു. ഞാനും അവളെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. അവക്ക് അടുത്ത ആഴ്ച പരീക്ഷ, അതുകൊണ്ടാവും. പിന്നെ പരീക്ഷ കഴിച്ചിട്ട് അങ്ങ് മൈസേട്ടാവാൻ പോവില്ലയോ? ഞാനിവിടെ അവന്റെ സങ്കടം കൊണ്ടാ. വല്ലതും പറഞ്ഞെങ്കി കണ്ണയ്യും കാര്യാക്കണ്ട. അയ്യോ തമ്പുരാട്ടി, അവൻ ഇവിടെ ഈ തറവാട്ടിൽ ഞെളിഞ്ഞ് നിന്ന് ഭരിക്കണ കാണുമ്പോ സത്യം പറഞ്ഞാൽ അടിയന്റെ ഉള്ളിൽ കുളിര് കോരിയിരുന്ന പോലെ. മാടമ്പി തറവാട്ടിലെ കാര്യസ്ഥ പണി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ അന്തസ്സുള്ള എന്ത് പണിയുണ്ട് ഈ ലോകത്ത്?
അത് നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞവനല്ലേ ഈ കണ്ണയ്യൻ. ആ കാലമൊക്കെ പോയില്ലേ. തറവാടും വീടും ഒക്കെ വിട്ടിട്ടല്ലേ ശ്രീകൃഷ്ണൻ ഇങ്ങോട്ട് പോകുന്നത്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, അവന്റെ വാശി. കുറ്റം പറയാൻ പറ്റില്ല. എന്തൊരു ചതിയാ ഇഞ്ചിമൂടക്കാര് തമ്പുരാട്ടിയോട് കാട്ടിയത്. അനുജനാണെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ലേ തമ്പുരാട്ടി കൊച്ചമ്പ്രാനെ വളർത്തിയത്. അപ്പൊ പിന്നെ മൂപ്പർക്ക് അത് സഹിക്കാൻ പറ്റുമോ? ഒരു ഗാന്ധാരി അല്ലേ അവള്, ഭദ്രകാളിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക അയ്യ. പെങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ടൊരു ചായവുണ്ട്. ഭർത്താവിന്റെ വീട്ടുകാരല്ലേ. നീ വേണ്ടാത്തൊന്നും പറയണ്ട. എനിക്ക് ആരോടും ചായവും ചരിവും ഒന്നുമില്ല. നീ പറയുന്നത് തന്നെ എനിക്കിപ്പോഴും അവസാനത്തെ വാക്ക്. പിന്നെ എന്റെയും നിന്റെയും കാലം കഴിഞ്ഞാലും ഈ വലിച്ചു വാരി കൂട്ടുന്നതിനൊക്കെ ഒരു അവകാശം വേണ്ടേ? അതുകൊണ്ടാ പറയുന്ന എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ. എത്ര ആലോചന വന്നു, ഒന്നും വേണ്ട. എന്നാ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ അതുമില്ല. ഇവൻ ഒരു പെണ്ണ് കെട്ടിക്കാണാൻ ഞാൻ എന്തോരം നേർച്ചയാ നേർന്നെന്നറിയോ കണ്ണയ്യന്? അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പെങ്ങളെ? വേണ്ട വേണ്ട, നിന്നോട് സംസാരിച്ചാ തെറ്റും. കണ്ണയ്യൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിന്നാമ്പറത്തേക്ക് വന്നോളൂ. ഓ അല്ല, കല്യാണം കഴിക്കുന്നതിന്റെ കഴിക്കാം. കണ്ണയ്യൻ അപ്പുറത്ത് പോലും കഴിക്കും. ഓ പിന്നെ കല്യാണത്തിന്റെ കാര്യം എന്തെങ്കിലും ചിന്ത വേണ്ടി ഉടനെ വേണം. പിക്കപ്പ് പോയാ പിന്നെ അല്ല, പിക്കപ്പ് പോയാ പിന്നെ നടക്കും. ദേ ഇത് കണ്ടോ, മണിക്കുട്ടൻ എനിക്ക് പൊങ്കലിനൊടുക്കാൻ വാങ്ങി തന്നതാ. ഇവൻ ചന്തയ്ക്ക് പോയി തുടങ്ങിയിട്ട് എത്ര വർഷമായിന്ന് കണ്ണയ്യൻ അറിയോ? 20 വർഷം. ഇത്രയും വർഷമായിട്ട് പൊങ്കലെന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവന്റെ കൈകൊണ്ട് വാങ്ങിച്ചത് കൊടുത്തേ ഞാൻ കാവി പോവാറുള്ളൂ. എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ 4-ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ കൊണ്ട് വിട്ടതല്ലേ തമ്പുരാട്ടി അവനെ. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ എനിക്ക് പോലും അസൂയ തോന്നുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. എനിക്ക് വേണ്ടി ജീവിച്ച് അവൻ അവന് വേണ്ടി ജീവിക്കാൻ മറന്നു. എല്ലാ കുരുത്തക്കേടിനും കൂട്ടുണ്ട് ഇവൻ. എന്നാ അല്പം നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഇവനും ഇല്ല. എടി പെണ്ണെ, കണ്ണയും കഴിച്ചു കഴിഞ്ഞാൽ ഈ പാത്രം കൂടി വാങ്ങി മോറി വെക്കേ.